നമസ്കാരം. ജയശങ്കർ ഒറ്റപ്പാലം, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 11 ശനിയാഴ്ച, മാളവിക യു, അവിട്ടം നക്ഷത്രം, 23 വയസ്സ്, MSc മാത്തമാറ്റിക്സ് ആണ് ആ കുട്ടർ സബ്ജക്റ്റ്. ഹൈറ്റ് 5 അടി 2 ഇഞ്ച്, 5.2. വെയ്റ്റ് വന്നിട്ട് 52 kg. അച്ഛൻ ടീച്ചർ, അമ്മ UPS സ്കൂളിലെ അഡ്മിഷൻസ്. ഒരു ബ്രദർ. ഇതൊരു വെൽ സെറ്റിൽഡ് ടീച്ചർ ഫാമിലിയാണ്. ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് ഒരു പ്രശസ്തരായ നായർ തറവാട്ടിൽ ഉള്ളവരാണ് അവർ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോണ്ടാക്ട് ചെയ്യണം. ആ കുട്ടി ഇപ്പോൾ BEd പഠിക്കുകയാണ്. BEd മാത്തമാറ്റിക്സിന് പഠിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ സ്റ്റുഡൻ്റ് തന്നെയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യണം. എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, വള്ളുവനാട് മാട്രിമോണിയൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവൽ ചെയ്തിട്ടുണ്ടോ, കാരണം ഒരു വർഷം മുന്നേക്കെ രജിസ്റ്റർ ചെയ്തവരായിരിക്കും, ചിലപ്പോൾ അവർ പിന്നെ റിന്യൂ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇടുക, ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിലുകൾ എടുത്തു തരാം. സുഹൃത്തുക്കളെ, വള്ളുവനാട് മാട്രിമോണിയൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള, അതായത് ഒരു നോർമൽ പ്രൊസീജിയർ അല്ല. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, 5000-10,000 രൂപ അവിടെ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കോള് വരാതിരിക്കുക. അഥവാ നിങ്ങൾ ബഹളം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത് വേറെ ഏതെങ്കിലും യോജിക്കാത്ത ഒരു പ്രൊഫൈൽ തരുന്ന ഒരു സിസ്റ്റമാണ് പൊതുവേ നമ്മൾ കാണപ്പെടുന്നത്. ഇപ്പോൾ കേരള മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, കേരള മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനടി ഒറ്റപ്പാലത്തു നിന്ന് രജിസ്റ്റർ ചെയ്ത കൊല്ലത്തു നിന്നായിരിക്കും ആദ്യം കോള് വരിക, അല്ലെങ്കിൽ കോട്ടയത്തു നിന്നായിരിക്കും. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്ന് നിരന്തരം വിളികളായിരിക്കും. നിങ്ങളെ മാക്സിമം അവർ ഒരു ശല്യപ്പെടുത്തൽ പോലെയായി മാറുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കാരണം ഞാനൊക്കെ അതിൻ്റെ ഒരു വിക്ടിമാണ്. അപ്പോൾ വള്ളുവനാട് മാട്രിമോണിയലിൽ നിന്ന് എന്തെങ്കിലും ഒരു കോള് വരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് അത് ചെയ്യൂ ഇത് ചെയ്യുന്നോ ഒരിക്കലും ഞാൻ പറയില്ല. റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് റിന്യൂ ചെയ്യുമെന്ന് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വർത്തമാനങ്ങളും ഞാൻ നിങ്ങളോട് പറയാൻ വരില്ല. ദിവസേന എന്നുള്ള നിലയ്ക്ക് ഓരോരോ ഏജുകളുടെ നിങ്ങളെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പറാക്കുകയും 20 വയസ്സ് തൊട്ട് 58 വയസ്സ് വരെയുള്ള ആളുകളുടെ പ്രൊഫൈൽ ഞാൻ ദിവസേന എന്നുള്ള നിലയ്ക്ക്, അതായത് ഇന്ന് 26 വയസ്സാണെങ്കിൽ നാളെ 27 ആയിരിക്കും, മറ്റന്നാൾ 28, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പ്രൊഫൈലുകൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യം. ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി ഞാനിത് ചെയ്യൽ തുടങ്ങിയിട്ട്. 654 കുട്ടികളുടെ മാരേജ് എൻ്റെ അറിവിൽ ഇപ്പം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറേ പേര് എന്നോട് പറയാത്തവരുണ്ട്. പറയാതെ, അതായത് കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു പക്ഷേ അവർ ചിലപ്പോൾ പറയാത്തതിൻ്റെ ഒരു കാരണം എന്താ പറയുക, ഞാൻ ചിലപ്പോൾ വല്ല പൈസയും വാങ്ങിക്കും എന്നുള്ള ഒരു പേടി കൂടെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 3 മാസത്തേക്ക് എത്ര പൈസയാണ് വാങ്ങിക്കുന്നത്, ആ 3 മാസത്തെ പൈസ. അത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ ഒരു കാരണവശാലും നിങ്ങളോട് ആ പൈസ വേണം ഈ പൈസ വേണം എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ പൈസയ്ക്കും നിങ്ങൾ തരുന്ന 600 രൂപയായാലും റിന്യൂവൽ ചാർജ് ആയാലും എന്ത് എമൗണ്ട് ആയാലും അതിനെല്ലാം 99.99% GST ബില്ല് ഞാൻ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാ മാസവും GST അടയ്ക്കുന്നു ചെയ്യുന്നുണ്ട്.
ആരൊക്കെയെങ്കിലും അതിൻ്റെ വല്ല സംശയം ഉണ്ടെങ്കിൽ GST പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. അതായത് വരും കാലം എൻ്റെ ശിഷ്ടകാലത്തിൽ ആരെയും പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. സർക്കാരിന് കൊടുക്കാനുള്ള സർക്കാരിന് കൊടുക്കും, എനിക്ക് എടുക്കാനുള്ള ഞാൻ എടുക്കും, നിങ്ങൾക്ക് തരാനുള്ള പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് തരും. ഇതാണ് എൻ്റെ പോളിസി. വളരെ കൃത്യമായിട്ട് തന്നെയാണ്. ഞാൻ ഒരാളെയും ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറയാറുണ്ട്, അപ്പോൾ 12th പാസ്സായി, ഞാൻ IT ഹോൾഡറാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ധാരാളം കേസുകൾ വരാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എനിക്ക് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്ക് പൈസ കിട്ടും, സർക്കാരിനും പൈസ കൊടുക്കും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ വരുന്ന പെൺകുട്ടികളിൽ 100%ഉം MCOM MA MSc പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവരുടെ അച്ഛനമ്മമാർ അവരിലും കുറഞ്ഞ ക്വാളിഫിക്കേഷനിലുള്ളവരുടെ വർത്തമാനം വളരെ കുറച്ചായിരിക്കും ഉണ്ടാകുക. കല്യാണം നടക്കണ്ടോ ചോദിച്ചാൽ നടക്കണമൊക്കെ ഉണ്ടാകാം. പക്ഷേ പൊതുവേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിലും കൂടുതലുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ നോക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ സാധാരണ ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത് വരുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു 12th പാസ്സായി IT ഹോൾഡറാണ്, എന്തിനും ഒരു സാധാരണ ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അവരോട് പറയും, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് പൈസ തരിക. കാരണം 2 ദിവസം കഴിഞ്ഞ് അവരെന്നോട് ചോദിക്കും, സാധാരണ കുട്ടികളൊന്നുമില്ലേ, ഈ ചേരുന്ന ആളുകളല്ല. അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് മകനാണെങ്കിൽ അമ്മയും അച്ഛനായിരിക്കും നോക്കുക. അമ്മയും അച്ഛൻ ഈ വിവരങ്ങൾ മൊത്തം അറിഞ്ഞോളന്നില്ല. അവരെന്ത് പറയും, ഓ ഇതെല്ലാം മാട്രിമോണിയിലേറെ പോലെ തന്നെയാണല്ലോ, ഇതും പറ്റിക്കലാണ്, 600 രൂപ അടച്ചു, ഒറ്റൊന്നു പോലും കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഈ ശിഷ്ടകാലം ആരെയും പറ്റിച്ച് മുന്നോട്ട് പോകണം എന്ന് ലെവലേശം എനിക്ക് ആഗ്രഹമില്ല. അബദ്ധങ്ങൾ പറ്റാം, അറിഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല, അറിയാതെ വല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരു പരിപാടിക്ക് പോകാറില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഈ പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ആരോടും ഒന്നും ചോദിക്കാൻ എനിക്കില്ല. എനിക്ക് 2 സ്ഥാപനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സ്ഥാപനം എന്ന് പറഞ്ഞാൽ 2 ഓഫീസുകൾ, ഒന്ന് പാലക്കാട്, ഒന്ന് ഒറ്റപ്പാലം. വേറെ വള്ളുവനാട് മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനവും നിലവിലില്ല. അപ്പോൾ ഒന്നുകൂടെ ഇന്നത്തെ ബ്രൈഡിനെ കുറിച്ച് ഞാൻ പറയാം. മാളവിക U, 23 വയസ്സ്, അവിട്ടം നക്ഷത്രം, MSc മാത്തമാറ്റിക്സ് ആണ് ക്വാളിഫിക്കേഷൻ. B.Ed മാത്തമാറ്റിക്സിന് പഠിക്കുന്നു. 5'2" ആണ് ആ കുട്ടിയുടെ ഹൈറ്റ്. വെയ്റ്റ് 52 kg ആണ്. അച്ഛൻ ടീച്ചർ, അമ്മ UP സ്കൂൾ അഡ്മിഷൻസ്, ഒരു ബ്രദർ, ഒരു വെൽ സെറ്റിൽഡ് ടീച്ചർ ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചർ ഫാമിലിയാണ്. അവർ ഒറ്റപ്പാലത്തിനടുത്തുള്ള സ്ഥലത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇത് 2 ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ്. കഴിയാവുന്നത്ര കല്യാണം നടത്താനായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ആദ്യമേ പറയട്ടെ, ജാതകം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കല്യാണം കഴിയണവരയ്ക്ക് അത് കുട്ടികളുടെ മീതെ അപ്ലൈ ചെയ്യാതിരിക്കുക. പണിക്കർ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ ഈ രാജ്യത്ത് വേണ്ടത്ര അവൈലബിൾ ആണ്. അവരെ കൊണ്ട് നോക്കിപ്പിക്കുക. വീട്ടിൽ ആരെങ്കിലും ജ്യോതിഷം നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിപ്പിക്കരുത്. ഞാൻ അവരൊരു തെറ്റ് പ്രവൃത്തി ചെയ്യുന്നു വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കാര്യം സ്വന്തം റിലേറ്റീവ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പഠനമാണ് അവർ നടത്തുക. ഈ ഒരു കാര്യത്തിൽ വല്ലാതെ സൂക്ഷ്മ പരീക്ഷണങ്ങൾക്കൊന്നും പോവാതിരിക്കലാണ് നല്ലത്. ഒരു മധ്യമത്തിൽ പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ 10-5 പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം ചെയ്യണം, കല്യാണം കഴിക്കണം.
ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെയൊക്കെ അടുത്ത് കല്യാണം തീവ്രമായിട്ട് നോക്കുന്ന ആളുകൾ പല ബ്രോക്കർമാരുടെ അടുത്തും പോകുന്നുണ്ടാവും. എല്ലാവരും ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഈ പറയുന്ന കാര്യം കഴിഞ്ഞ ഒരു മാസം മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇവിടെ പറയുകയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അച്ഛൻ, ഒരു ആൺകുട്ടിയുടെ അച്ഛൻ ഏകദേശം 80 വയസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ സുകുമാരൻ എന്നാണ് തോന്നുന്ന ബ്രോക്കറുടെ പേര്. ഞാൻ കൃത്യമായിട്ട് ആളുടെ പേരെന്ന് ഇപ്പോൾ എന്തോ ആവട്ടെ, അതൊരു സുകുമാരൻ പേര് വെച്ചോ, അല്ലെങ്കിൽ ജയശങ്കർ തന്നെ വെച്ചോളൂ. ജയശങ്കർ എന്നുള്ളൊരു ബ്രോക്കറുടെ അടുത്ത് വിളിച്ചു പറയുന്നു. ജയശങ്കർ പോകുന്നു, കാണുന്നു. അപ്പോൾ പാലക്കാടൻ ഭാഷയിൽ ചോദിക്കുന്നു, എന്താ ഏട്ടാ പ്രശ്നം? ഞാൻ ശരിയാക്കി തരാമല്ലോ, ഇതിനെപ്പറ്റിയൊന്നും ഒട്ടും വിഷമിക്കണ്ട നിങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ജയശങ്കറെ, എനിക്ക് പ്രായം നല്ലതായി. ഈ പ്രായം നല്ല ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. മകൻ്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എന്നൊരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ ജയശങ്കർ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ. അപ്പോൾ ജയശങ്കർ കേട്ടപാടെ പറഞ്ഞു, ഓ ശരി, ഞാൻ നോക്കിക്കോളാം ഏട്ടാ, അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. ജയശങ്കർ ഇവരുടെ തലക്കുറിയൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തു പോയി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് ബ്രോക്കർ, ഇപ്പം ഞാൻ ജയശങ്കർ എന്നൊരു പേരിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു, ഈ ഏട്ടൻ അല്ലെങ്കിൽ ഈ വയസ്സായിട്ടുള്ള കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു, ഏട്ടോ, ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു പ്രൊഫൈൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, തലക്കുറിയും ഫോട്ടോ. അപ്പോൾ ആദ്യം വാങ്ങിച്ചത് 2000 ഉറുപ്പിയാണ്. മനസ്സിലാക്കണം. നോക്കാം, ഞാൻ ഇതിനെ പറ്റിയിട്ടെല്ലാം നോക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ ഫസ്റ്റ് വരവിൽ 2000 രൂപ വാങ്ങിച്ചു. ഫോട്ടോ കാര്യങ്ങളായിട്ട് വന്നപ്പോൾ, ഹോറോസ്കോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ 3000 പറഞ്ഞു. 2500 ഉണ്ടായിരുന്നുള്ളൂ, അത് കൊടുത്തു. ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ അച്ഛൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അച്ഛൻ വളരെ വളരെ സന്തോഷവാനായിട്ട് സുകുമാരനെ, അല്ലെങ്കിൽ ജയശങ്കറിനെ, അല്ലെങ്കിൽ ആ ബ്രോക്കറെ ഒരു ദൈവതുല്യമായിട്ട് കണ്ട് വേഗം ഒരു പണിക്കരുടെ അടുത്തേക്ക് പോയി. പണിക്കരുടെ അടുത്തേക്ക് പോയപ്പോൾ പണിക്കർ ഇത് നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ബ്രോക്കർ ആദ്യം പറഞ്ഞത് 7.5 പൊരുത്തമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുട്ടിയുടെ ഫോട്ടോ കാട്ടി, ഈ അച്ഛൻ്റെ അടുത്ത് എല്ലാം കാട്ടി 7.5 പൊരുത്തമുണ്ട്, ഏട്ടാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്, പൈസ വാങ്ങിച്ചിട്ട്. ഇയാൾ പണിക്കരുടെ അടുത്ത് പോയപ്പോൾ പണിക്കർ പറഞ്ഞു, ഇതെല്ലാം നോക്കിയപ്പോൾ, അയ്യോ ഇത് നല്ല ജാതകമാണല്ലോ, നല്ല ഉത്തമത്തിൽ പറ്റും, വളരെ അതിശയമായിരിക്കുന്നു, 9.5 പൊരുത്തത്തിൽ കൂടുതലുണ്ട്, അതായത് ഏകദേശം 10 പൊരുത്തമുണ്ട്, നിങ്ങളത് നോക്കിക്കോളൂ, ഒട്ടും വിഷമിക്കണ്ട, നന്നായിട്ട് തന്നെ നോക്കിക്കോളൂ. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി വളരെ വളരെ സന്തോഷവാനായിട്ട്. ഇദ്ദേഹം കയറി ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. എന്നത്തെ പോലെ തന്നെയാണ് അല്ലേ, ചേർന്നിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അങ്ങ് സന്തോഷത്തോടെ, ഇത് ചേർന്നു, ഇത് 10ൽ 10 പൊരുത്തമുണ്ടെന്ന് തന്നെ പറയാം, അങ്ങനെയാണ്. ഇപ്പോൾ വളരെ സന്തോഷമൊക്കെയായി. 2 പേരും ഊണൊക്കെ കഴിച്ച് ഇങ്ങനെ ചാരുകസേലയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തോന്നൽ, ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയോ നോക്കിയിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് ആ ഡീറ്റെയിലുകളൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ചു, വള്ളുവനാട് മാട്രിമോണിയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. ഉണ്ടെന്ന് പറയലും ഇദ്ദേഹത്തിന് ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്ത് കൊടുത്തു. കൊടുത്തപ്പോൾ അദ്ദേഹം നേരെ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, ഈ തലക്കുറി എൻ്റെ മകളുടെ തലക്കുറി അല്ല. മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവിക്കണം എന്നുള്ളത്. ഈ ആൺകുട്ടിയുടെ തലക്കുറിക്ക് മാച്ചാകുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ബ്രോക്കർ ഒരു 3000 രൂപ അല്ലെങ്കിൽ 2500 രൂപ കിട്ടാനായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അതിനെ മണിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോറോസ്കോപ്പും കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്തത്.
ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളുടെ കാലം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കല്യാണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഏതൊക്കെ വിധത്തിൽ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, പക്ഷേ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങൾ. ജാതകത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ജാതകം വേണ്ട എന്ന് പറഞ്ഞാൽ നാളെ അങ്ങോട്ട് കല്യാണം കഴിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ വേറെ പ്രശ്നമായിരിക്കും. ഹൈറ്റ്, വെയിറ്റ്, വീട്, നാട്, ജോലി ഇതൊക്കെ കഴിഞ്ഞ് വരണ്ടേ. അപ്പോൾ കുറേ തരത്തിലുള്ള തടസ്സങ്ങൾ നമുക്കുണ്ട്. ഒരു ഹിന്ദു മാരേജ് നടക്കുന്നതിന് ഇത്രമാത്രം തടസ്സങ്ങൾ നമ്മൾ പലരും, രക്ഷിതാക്കളായിട്ടുള്ള പലരും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ഒരു കല്യാണം നടത്താനായിട്ട് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യം ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുക രക്ഷിതാക്കൾ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, എല്ലാ പെൺകുട്ടികളും ഐശ്വര്യ റായി ആവില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ എല്ലാ ആൺകുട്ടികളും അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനോ ഒന്നും ആവില്ല എന്ന് പറയുക. കുറേ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. കുറച്ച് ഫ്ലെക്സിബിലിറ്റി വേണം എല്ലാ കാര്യത്തിലും. ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കണം, മംഗളമായിട്ട് തന്നെ നടക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. 2025 കല്യാണം നടത്തണം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. ഭംഗിയായിട്ട് നടക്കാൻ പറ്റും. എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.